ഹരേ കൃഷ്ണ. ഏവർക്കും കണ്ണൻ്റെ വനമാലയിലേക്ക് സ്വാഗതം. കുറൂരമ്മ കണ്ണനെ കലത്തിലടച്ച കഥ എല്ലാവരും കേട്ടിട്ടില്ലേ? എന്നാൽ ഭഗവാൻ തൻ്റെ ലീലകളാടുന്ന സമയത്ത് വൃന്ദാവനത്തിലും കണ്ണനെ കലത്തിലടച്ച ഒരു സംഭവമുണ്ട്. കണ്ണനെ കലത്തിലടച്ച അദ്ദേഹത്തിൻ്റെ പേര് ദധിപാണ്ഡൻ എന്നായിരുന്നു. വൃന്ദാവനത്തിലെ തൈര് വിൽപ്പനക്കാരനായിരുന്നു ദധിപാണ്ഡൻ. അദ്ദേഹം കൃഷ്ണൻ്റെ ഗൃഹത്തിനടുത്തായിരുന്നു താമസിച്ചിരുന്നത്. എന്നും തൈര് വിൽക്കാൻ പോകുന്ന വഴി കണ്ണനെ കാണുമ്പോൾ അദ്ദേഹം കണ്ണൻ്റെ കുറുമ്പുകൾ ആസ്വദിക്കുകയും വാത്സല്യത്തോടെ കണ്ണ എൻ്റെ കൂടെ ഗൃഹത്തിലേക്ക് ഒന്ന് വരുമോ എന്ന് ചോദിക്കുകയും സമയമാവട്ടെ എന്ന് കണ്ണൻ മറുപടി പറയുകയും പതിവായിരുന്നു. എന്നെങ്കിലും കണ്ണൻ തൻ്റെ ഗൃഹത്തിലേക്ക് വന്നാൽ ഉടുപ്പിക്കുവാനായി മനോഹരമായ പട്ടുകോണകം അദ്ദേഹം കരുതി വെച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം യശോദാമ്മ അടുക്കളയിലായിരുന്ന സമയത്ത് കണ്ണൻ ഉയരത്തിലിരുന്ന ഉറികളിൽ നിന്നും വെണ്ണ കഴിക്കാനായി കുടങ്ങളിൽ കടക്കോലെടുത്തടിച്ചു. കുടങ്ങൾ പൊട്ടി വെണ്ണയും തൈരും ഒക്കെ പരന്നൊഴുകി. പുറത്തേക്ക് വന്ന യശോദാമ്മ കണ്ട കാഴ്ച പൊട്ടിക്കിടക്കുന്ന വെണ്ണക്കുടങ്ങളും തൈരും ഒക്കെയാണ്. ദേഷ്യം വന്ന അമ്മ കണ്ണൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങുന്നതിന് മുമ്പ് കണ്ണൻ മിന്നൽ പോലെ ഓടിമറഞ്ഞു. ഈ സമയം തൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ദധിപാണ്ഡൻ വീടിൻ്റെ ഉമ്മറത്ത് വിശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം നോക്കുമ്പോൾ ഓടിപ്പാഞ്ഞു വരുന്ന കണ്ണനെയും പിറകെ ഓടി വരുന്ന യശോദാമ്മയെയുമാണ് കണ്ടത്. ചിരി വന്നെങ്കിലും ഗൗരവം മുഖത്ത് കാട്ടി അദ്ദേഹം കണ്ണനോട് ചോദിച്ചു, "ആ, എന്താ കണ്ണാ വന്നേ? അമ്മാവ, എന്നെ ഒന്ന് സഹായിക്കൂ. എവിടെയെങ്കിലും എന്നെ ഒന്ന് ഒളിപ്പിച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് ഒന്ന് രക്ഷിക്കൂ" എന്ന് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. "മുമ്പ് നിന്നെ ഞാൻ എൻ്റെ ഗൃഹത്തിലേക്ക് വിളിച്ചപ്പോൾ നീ വന്നിട്ടില്ലാലോ. കണ്ണന് 2 അടിയുടെ കുറവുണ്ട്" എന്ന് പറഞ്ഞ ദധിപാണ്ഡനെ നോക്കി കണ്ണൻ വിതുമ്പാൻ തുടങ്ങി. ദധിപാണ്ഡൻ്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം അകത്തിരുന്ന വലിയൊരു കലം ചൂണ്ടിക്കാട്ടി അതിലൊളിച്ചുകൊള്ളാൻ കണ്ണനോട് പറഞ്ഞു. യശോദാമ്മയും ഗോപികമാരും കണ്ണനെ തിരഞ്ഞ് അവിടെ എത്തിയെങ്കിലും കണ്ണനെ ഞാൻ ഇന്ന് കണ്ടതേയില്ലെന്ന് പറഞ്ഞ് ദധിപാണ്ഡൻ അവരെ തിരികെ അയച്ചു. "അമ്മ പോയില്ലേ? ഇനി എന്നെ തുറന്നു വിടൂ" എന്ന് കലത്തിനകത്തിരുന്ന് കണ്ണൻ പറഞ്ഞു. "എനിക്കും ഇവിടെയുള്ള സകല വസ്തുക്കൾക്കും മോക്ഷം നൽകുകയാണെങ്കിൽ തുറന്നു വിടാം" എന്നായി ദധിപാണ്ഡൻ. എന്നാൽ അങ്ങനെയാകട്ടെ എന്ന് കണ്ണൻ വാഗ്ദാനവും കൊടുത്തു. അമ്മ അടിക്കാൻ ഓടിച്ചപ്പോൾ പട്ടുകോണകം ചുറ്റാൻ പോലും മറന്ന കണ്ണൻ ദധിപാണ്ഡനോട് "അമ്മാവ, എനിക്കൊരു പട്ടുകോണകം തരൂ" എന്നാവശ്യപ്പെട്ടു. അദ്ദേഹം കണ്ണനായി കരുതി വെച്ച പട്ടുകോണകം കണ്ണനെ ഉടുപ്പിച്ചു. കണ്ണൻ സന്തോഷത്തോടെ തിരിച്ചുപോയി. ഇങ്ങനെ വാത്സല്യമാകുന്ന കലത്തിൽ കണ്ണനെ അടയ്ക്കാൻ സാധിക്കണമെങ്കിൽ അതിനും സുകൃതം ചെയ്യണ്ടേ? രാധേശ്യാം.